ദിവസങ്ങളിൽ ഞങ്ങളെ വീട് തട്ടുകട പോലെയാണ് രാവിലെ. വേറൊന്നുമല്ല, രാവിലെ ചിലപ്പോൾ കാപ്പിക്ക് ചപ്പാത്തി കാണും, ദോശ കാണും, ചിലപ്പോൾ പുട്ടും കാണും കേട്ടോ. പിന്നെ വേറൊരാളുണ്ട് ഇവിടെ. ഇതിലൊന്നുമില്ലാത്ത സാധനമായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ചിലപ്പോൾ വെള്ളയപ്പം വരെ ചോദിക്കും, എന്നാൽ സാധനം കഴിക്കാത്തതുമായിരിക്കും കേട്ടോ. എന്താ അല്ലേ. രാവിലെ കാപ്പിക്കായിട്ട് ഞാൻ ചപ്പാത്തിയും ഉള്ളി വഴറ്റിയതുമായിരുന്നു ഉണ്ടാക്കിയത്. ഉള്ളി കറിയായിട്ട് ഉണ്ടാക്കത്തില്ല, ചപ്പാത്തിയുടെ കൂടെ ഇവിടെ എല്ലാവർക്കും ഉള്ളി വഴറ്റിയതാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഇളയ മോക്ക് ചപ്പാത്തി വേണ്ടാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ദോശയുടെ മാവെടുത്ത് ഇഡലി ഉണ്ടാക്കി കൊടുത്തേ. പിന്നെ ഒരാൾക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അത് മൂത്താൾക്ക് ചപ്പാത്തി സ്കൂളിൽ കൊണ്ട് അത് മതി എന്ന് പറഞ്ഞ്, ഇളയാൾക്ക് ചോറ് തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ രാവിലെ പെട്ടെന്ന് തന്നെ രസവും ഇട്ട് വെണ്ടയ്ക്ക വെഴുക്കും വരട്ടി. ഈ വെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഇളയാൾക്ക്. അത് വെണ്ടയ്ക്ക വെഴുക്ക് വരട്ടി, വഴുതന വെഴുക്ക് വരട്ടി, അങ്ങനെ വെഴുക്ക് വരട്ടി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നാളത്തേന് ഇനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചീരയെ പയറിട്ട് തോരൻ വെച്ച് തരണമെന്നുള്ളത്. ഇത് എൻ്റെ ഇളയ മോള് ഇപ്പോൾ ഈ കുറച്ച് നാൾ കൊണ്ടാണ് ഈ ചോറൊക്കെ കൊണ്ടുപോയി തുടങ്ങിയത് കേട്ടോ. വെഴുക്ക് വരട്ടിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് ചോറ് കൊണ്ടുപോകാനും ഇഷ്ടമാണ്. പക്ഷേ രസം വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. മോര് കാച്ചിയത് അത്രയ്ക്ക് കൊണ്ട് പ്രിയമല്ല. അത് കണക്ക് തന്നെ സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വെക്കുന്ന രസം എന്ന് പറയുന്നത് എൻ്റെ തട്ടിക്കൂട്ട് രസമാണേ. ഞാൻ സാധാരണ ഇങ്ങനെ നല്ല രസം ഇടുന്നത്, പൊടികളെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് പുളിവെള്ളം അതിനകത്ത് പിഴിഞ്ഞൊഴിച്ചിട്ട് ഞാൻ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയും ഉപ്പും ഇട്ട്. എന്നിട്ട് പിന്നെ രണ്ടാമത് വേറൊരു പാത്രത്തിനകത്തോട്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് അതിനകത്തോട്ട് ഈ തിളപ്പിച്ച് വെച്ചേക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ അരിച്ചൊഴിച്ച് എടുക്കുക ചെയ്യുന്നിട്ട് ചൂടാക്കി എടുക്കും. അങ്ങനെ ഞാൻ രസം ഇടുന്നതേ. ഞാൻ ഓൾറെഡി വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലേ ഒന്ന് കണ്ടു നോക്കണേ നിങ്ങൾ രസത്തിൻ്റെത്. അങ്ങനെ പിന്നെ മൂത്താക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞേ ചപ്പാത്തിയും ഉള്ളി വഴറ്റിയതും ഒക്കെ എടുത്തേ. എൻ്റെ മൂത്ത മോളെ മുട്ട പുഴുങ്ങിയതും പാല് കാച്ചിയതും ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഇളയാൾ മുട്ട പുഴുങ്ങിയത് കഴിക്കും, പക്ഷെ രണ്ടുപേർക്കും പാല് കാച്ചിയത് ഇഷ്ടമല്ല. കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി ഛർദ്ദിക്കാൻ വരുന്ന കണക്കൊക്കെ കാണിക്കും കേട്ടോ. അതുകൊണ്ട് ആ വക സാധനം ഇവിടെ ഇല്ല. പക്ഷേ രണ്ടുപേർക്കും ചായ മസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പം എന്നെക്കാളും നിർബന്ധം രണ്ടുപേർക്കും ചായ. പിന്നെ ഇനി ഇളയാൾക്ക് ചോറും മുട്ട പൊരിച്ചതും വെണ്ടയ്ക്ക വെഴുക്ക് പുരട്ടിയും അച്ചാറും ഒക്കെ എടുത്തേ. പിന്നെ ചെറിയൊരു കിണ്ണത്തിനകത്തോട്ട് രസം എടുത്തിട്ടുണ്ട് കേട്ടോ. സ്നാക്സിനായിട്ട് ഒരാൾക്ക് പേരയ്ക്ക കട്ട് ചെയ്തതും ഒരാൾക്ക് പൊരിയും വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഇന്നലെ പേരയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്നറിയാൻ വയ്യ, പേരയ്ക്ക വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഒരാൾക്ക് പേരയ്ക്ക വേണ്ടാന്നും പറഞ്ഞ് പൊരി മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.